തൊടുപുഴ ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മഹാ തിരുവോണ ഊട്ട് നടക്കുകയാണ്. 2000-ഓളം പേര് ഈ സദ്യയിൽ പങ്കെടുക്കുന്നുണ്ട് കേട്ടോ. വടക്കൻകൂർ രാജാവിന്റെ കാലത്ത് ആരംഭിച്ചതാണ് ഈ തിരുവോണ ഊട്ട്. അതാണ് ഐതിഹ്യം. എല്ലാ മാസവും തിരുവോണ സദ്യ നടക്കുന്ന ക്ഷേത്രമെന്ന പ്രത്യേകത കൂടി ഇവിടെയുണ്ട്. അവിടെ നിന്ന് ജെയിനസ് രാജുവാണ് നമുക്കൊപ്പം ചേരുന്നത്. ജെയിൻ, എല്ലാവർക്കൊപ്പം, സുഹൃത്തുക്കൾക്കൊപ്പം, കുടുംബക്കാർക്കൊപ്പം സദ്യ, ഓണസദ്യ ഉണ്ട്. അതിൽ കൂടുതൽ എന്ത് സന്തോഷമാണല്ലേ. ജെയിന് ഓണാശംസകൾ കേട്ടോ. അവിടെ നിന്നാണോ കഴിക്കുന്നതോ വീട്ടിലേക്ക് പോകണ്ടോ? അല്ല, വീട്ടിൽ പോകണോ. കാരണം വീട്ടിൽ സദ്യ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വീട്ടിലെ സദ്യ ഒഴിവാക്കാൻ കഴിയില്ല. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിഭവങ്ങളുടെ എണ്ണം കേട്ടാൽ ആര്യ തീർച്ചയായിട്ടും ഞെട്ടും. 41 വിഭവങ്ങളാണ് ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഓണസദ്യയുടെ ഭാഗമായിട്ട് ഒരുക്കിയിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. അതിൻ്റെ പ്രത്യേകതകൾ ഇവിടുത്തെ ക്ഷേത്ര ഭാരവാഹികൾ പറയും. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. നമസ്കാരം. ഈ ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ദ്വാപര യുഗത്തിൽ നകുലനാൽ പ്രതിഷ്ഠിതമായത് എന്നാണ് സങ്കല്പം. 5000 വർഷങ്ങൾക്കും അപ്പുറം പഞ്ചപാണ്ഡവരുടെ വനവാസ കാലത്ത് നകുലനാൽ പ്രതിഷ്ഠിതമായ ക്ഷേത്രമാണ്. അത് ചിങ്ങമാസത്തിലെ തിരുവോണം നാളിലാണ് ഭഗവാനെ പ്രതിഷ്ഠിച്ചത്. അത് കഴിഞ്ഞ് കാലാന്തരത്തിൽ ക്ഷേത്രത്തിന് ഇത് കേടുപാടുകളൊക്കെ സംഭവിക്കുകയും 19-ാം നൂറ്റാണ്ടിൽ കീഴ്മലൈ നാട്ടിൻ്റെ ഭരണാധികാരികളായിരുന്ന വടക്കൻകൂർ രാജവംശത്തിൽപ്പെട്ടവർ ഈ നാടിൻ്റെ ഭരണം ഏറ്റെടുക്കുകയും ആ സമയത്ത് 19-ാം നൂറ്റാണ്ടിൽ ഭരിച്ചുകൊണ്ടിരുന്ന കീഴ്മലൈ നാട്ടിലെ വടക്കൻകൂർ രാജാവിന് സന്തതി പരമ്പരകളില്ലാതിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അത്യധികം ഖിന്നനായി ഇരിക്കുകയും അദ്ദേഹത്തിന് സ്വപ്ന ദർശനത്തിലൂടെ ഭഗവാൻ അരുളി ചെയ്തു, ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തിരുവോണ ഊട്ട് വഴിപാടായി നടത്തിയാൽ സന്താന ഭാഗ്യം ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിന് സ്വപ്ന ദർശനത്തിലൂടെ അരുളി ചെയ്യുകയും ചെയ്തു. എല്ലാ മാസവും തിരുവോണത്തിന് സദ്യയുള്ളൊരു ക്ഷേത്രം കൂടിയാണ്. എല്ലാ മാസവും തിരുവോണം നാളിൽ ഏതാണ്ട് 500-ൽ പരം ആളുകൾക്ക് വിഭവസമൃദ്ധമായ സദ്യ, ഏതാണ്ട് 25ഓളം വിഭവങ്ങൾ അടങ്ങിയ സദ്യ ഇവിടെ നടത്താറുണ്ട്. ചിങ്ങമാസത്തിലെ തിരുവോണം നാളിലാണ് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരുകയും ഏറ്റവും കൂടുതൽ. ഇനി എത്ര വിഭവങ്ങളുണ്ട്? 41ഓളം വിഭവങ്ങളുണ്ട്. അച്ചാറ്, 4 കൂട്ടം അച്ചാറ്, 5 കൂട്ടം ഉപ്പേരി, അതുപോലെ മാങ്ങ വറ്റൽ, അരിക്കൊണ്ടാട്ടം, അതുപോലെ പിന്നെ പാവയ്ക്ക കിച്ചടി, ബീട്രൂട്ട് പച്ചടി അടക്കം, പിന്നെ അവിയൽ, തോരൻ, സാമ്പാർ, ചീട, ഉണ്ണിയപ്പം, അതുപോലെ ഐറ്റം. ഇനി സദ്യ എങ്ങനെയുണ്ടെന്ന് സദ്യ കഴിച്ചവരോട് തന്നെ ചോദിക്കാം അല്ലേ ചേട്ടാ? സദ്യ കഴിച്ച് കഴിയാറായി, എങ്ങനെയുണ്ട്? സദ്യയാണ്. എല്ലാ കൂട്ടവും രുചി നോക്കി എല്ലാം നല്ല ടേസ്റ്റും ഉണ്ട്. എല്ലാം നല്ലതാണ്. എല്ലാ വർഷവും ഇവിടെ നിന്നാണോ സദ്യ? അല്ല, ആദ്യമായിട്ട് വന്നതാ. സദ്യ എല്ലാം നന്നായിട്ടുണ്ട്. ചേച്ചിയോ? എല്ലാ വർഷവും വരാറുണ്ട്. ഈ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഈ നാട്ടിലുള്ള എല്ലാവരും ഓണസദ്യ മിക്കവാറും ഇവിടെ നിന്നായിരിക്കും പുറത്ത്, അതായത് ബന്ധു വീട്ടുകളിൽ നിന്നൊക്കെ ആളുകൾ വരും അല്ലേ? ചേട്ടാ, എങ്ങനെയുണ്ട്? സദ്യ കഴിച്ചു കഴിഞ്ഞു? നന്നായിട്ടില്ല. എല്ലാം നല്ല കൂട്ടാൻ, നല്ല ഭംഗിയായിട്ടുണ്ട്. എല്ലാ വർഷവും ഇവിടെ നിന്നാണ്? ആദ്യമായിട്ട് വരും. അപ്പം ഇവരൊക്കെ എല്ലാ വർഷവും ഇവിടെ തന്നെയല്ലേ? ആദ്യമായിട്ട് വരണം. അതെ. എങ്ങനെയുണ്ട് ആദ്യത്തെ? നല്ല സദ്യ. ഈ നാട്ടിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഇവിടെ സാധാരണ ബന്ധു വീട്ടുകളിൽ നിന്നൊക്കെ ആളുകൾ ഈ സദ്യ കഴിക്കുന്നതിന് വേണ്ടി മാത്രമായിട്ട് ഇങ്ങോട്ടേക്ക് എത്താറുണ്ട്. അതേപോലെ തന്നെ ഇന്നും അതേപോലെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതാണ്ട് 2000-ഓളം പേർ സദ്യ കഴിക്കുന്നതിനായി ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും സദ്യ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഏതാണ്ട് വിഭവങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ എങ്ങനെ കഴിച്ചു തീർക്കാനല്ലേ? 41 വിഭവങ്ങൾ. എന്തൊക്കെയായിരിക്കും ആ വിഭവങ്ങൾ എന്നറിയാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൗതുകമുണ്ട്.